പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുത്ത് അന്താരാഷ്ട്ര യാത്രകൾക്കായി അധിക വിമാന സർവീസുകൾ നടത്താൻ എയർ ഇന്ത്യ മാർച്ച് 28 വരെ അധിക വിമാന സർവീസുകൾ നടത്തുമെന്നും എയർ ഇന്ത്യ അറിയിച്ചു. പശ്ചിമേഷ്യയിൽ തുടരുന്ന സംഘർഷ സാഹചര്യം കണക്കിലെടുത്തുകൊണ്ട് അന്താരാഷ്ട്ര യാത്രികർക്കായി അധിക വിമാന സർവീസുകൾ നടത്തുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ എയർ ഇന്ത്യയുടെ ഭാഗത്തു നിന്നും വന്നിരിക്കുന്നത്. യൂറോപ്പിലേക്കും വടക്കേ അമേരിക്കയിലേക്കും മാർച്ച് 28 വരെ അധിക വിമാന സർവീസുകൾ നടത്താനാണ് എയർ ഇന്ത്യ തീരുമാനിച്ചിരിക്കുന്നത്. ഡൽഹിയിൽ നിന്നും മുംബൈയിൽ നിന്നും ലണ്ടൻ, ടൊറന്റോ, ഫ്രാങ്ക്ഫർട്ട്, സ്വീറിച്ച് തുടങ്ങിയിടങ്ങളിലേക്കായി മാർച്ച് 19നും മാർച്ച് 28നും ഇടയിലായി 36 അധിക വിമാന സർവീസുകൾ നടത്തുമെന്നാണ് എയർലൈൻ അറിയിച്ചത്. വിമാനത്തിൽ 10,000-ത്തിലധികം സീറ്റുകൾ വർദ്ധിപ്പിക്കുമെന്നും കൂടുതൽ വിമാന സർവീസുകൾ പ്രഖ്യാപിക്കുമെന്നും എയർലൈൻ കൂട്ടിച്ചേർത്തിട്ടുണ്ട്. മാർച്ച് 10നും 18നും ഇടയിൽ 9 റൂട്ടുകളിലായി 78 അധിക വിമാന സർവീസുകൾ നടത്തുമെന്നാണ് എയർ ഇന്ത്യ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നത്. എയർലൈനിന്റെ ഔദ്യോഗിക വെബ്സൈറ്റ്, മൊബൈൽ ആപ്പ്, അംഗീകൃത ട്രാവൽ ഏജന്റുമാർ എന്നിവ മുഖേന ബുക്കിംഗ് ചെയ്യാമെന്നും എയർ ഇന്ത്യ അറിയിച്ചിട്ടുണ്ട്. ഭൗമരാഷ്ട്രീയ സംഘർഷങ്ങളുടെ പശ്ചാത്തലത്തിൽ യാത്രക്കാരെ സഹായിക്കാൻ വേണ്ടിയാണ് ഇത്തരത്തിൽ നടപടികൾ സ്വീകരിക്കുന്നതെന്നാണ് എയർ ഇന്ത്യ അറിയിച്ചത്. ഇറാൻ സംഘർഷത്തെ തുടർന്നുണ്ടായ വ്യോമാതിർത്തി നിയന്ത്രണങ്ങൾ കാരണം എയർലൈൻ ദീർഘദൂര റൂട്ടുകൾ തിരഞ്ഞെടുക്കാൻ നിർബന്ധിതരായതിനാൽ യൂറോപ്പ്, US, കാനഡ എന്നിവിടങ്ങളിലേക്കുള്ള എയർ ഇന്ത്യയുടെ ദീർഘദൂര വിമാനങ്ങളുടെ ഫ്ലൈറ്റ് ഡ്യൂട്ടി മാനദണ്ഡങ്ങളിൽ താൽക്കാലിക ഇളവുകൾ നേരത്തെ തന്നെ അനുവദിച്ചിരുന്നു. ഡയറക്ടറേറ്റ് ജനറൽ ഓഫ് സിവിൽ ഏവിയേഷനാണ് ഈ ഇളവുകൾ നൽകിയത്. അതേസമയം ഇന്ത്യയുടെ ചെലവ് കുറഞ്ഞ വിമാന കമ്പനിയായ ഇൻഡിഗോ കഴിഞ്ഞ ആഴ്ച മാർച്ച് 16നും മാർച്ച് 28നും ഇടയിൽ പശ്ചിമേഷ്യയിലേക്കും തിരിച്ചും 252 പ്രതിവാര വിമാന സർവീസുകൾ നടത്തുമെന്ന പ്രഖ്യാപനമുണ്ടായിരുന്നു. ഈ കാലയളവിൽ ഇന്ത്യയിൽ നിന്ന് സൗദി അറേബ്യയിലേക്കും തിരിച്ചുമായി പ്രതിവാരം 126 വിമാന സർവീസുകൾ നടത്തും. യുണൈറ്റഡ് അറബ് എമിറേറ്റുകളിലേക്ക് 98 വിമാന സർവീസുകളും ഒമാനിലേക്ക് 28 വിമാന സർവീസുകളുമാണ് നടത്തുക. ദോഹ, കുവൈത്ത്, ബഹ്റൈൻ, ദമാം, ഫുജൈറ, റാസൽ ഖൈമ, ഷാർജ എന്നിവ ഉൾപ്പെടെയുള്ള മേഖലയിലെ നിരവധി സ്ഥലങ്ങളിലേക്കുള്ള വിമാന സർവീസുകൾ മാർച്ച് 28 വരെ നിർത്തിവെക്കുമെന്നും ഇൻഡിഗോ അറിയിച്ചിട്ടുണ്ട്. പശ്ചിമേഷ്യയിൽ വർദ്ധിച്ചുവരുന്ന സംഘർഷം കാരണം നിരവധി വിമാന കമ്പനികൾ സർവീസുകളും കുറച്ചിട്ടുണ്ട്. ഇന്റർനാഷണൽ ഡെസ്ക്, സീ മലയാളം ന്യൂസ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.